എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. അത്രമേൽ ഇഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ഇങ്ങനെ പാട്ടും പാടിയിരുന്നാ മതിയോ? ഒരു ചായ വേണം. അതല്ല ഞാൻ പറഞ്ഞത്. സുജിത്, ഇനിയെങ്കിലും നമ്മൾ കണ്ട സ്വപ്നം സാക്ഷാത്കരിക്കുമോ? അന്ന് നീ അച്ഛനെ പേടിച്ച് പിന്മാറിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഈ അവസ്ഥ വരില്ലായിരുന്നു. അന്ന് ഞാൻ പിന്മാറിയില്ലായിരുന്നെങ്കിൽ അപ്പച്ചൻ നിന്നെ കൊന്നേനെ. പ്രസവിച്ച ഉടനെ തന്നെ അമ്മച്ചി മരിച്ചുപോയി. അപ്പച്ചൻ മറ്റൊരു വിവാഹം പോലും കഴിക്കാതെ എനിക്ക് വേണ്ടി ജീവിക്കുക. ആ മനുഷ്യൻ പറയുന്നത് എനിക്കിങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലായിരുന്നു നിഷ. നിന്നെ കണ്ട പോലെ തന്നെയാ ഞാൻ ജോയ്സിനെയും കണ്ടത്. പക്ഷേ നീയാകാൻ നിനക്ക് മാത്രമേ കഴിയൂ. കുറച്ച് നാളത്തേക്കൊരു വ്യാധി വന്നു, അതൊഴിഞ്ഞു പോയെന്നേ ഞാൻ കരുതുന്നുള്ളൂ. ഇനിയെങ്കിലും നമുക്കൊന്നിച്ച് ജീവിച്ചൂടെ? ഇല്ല നിഷ, അപ്പച്ചൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. നിന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാ ഞാൻ അയാളെ ഒഴിവാക്കിയത്. അച്ഛൻ സമ്മതിക്കില്ലേ നമുക്ക് ഇവിടെ താമസിക്കാം? നീ ഇല്ലാതെ എനിക്കും പറ്റില്ല നിഷ. പക്ഷെ എവിടെ താമസിച്ചാലും അപ്പച്ചൻ പ്രശ്നമാണ്. എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. എന്തു വന്നാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കും നിഷ. ലെറ്റ്സ് സീ വാട്ട്സ് ഗോണ ഹാപ്പൻ. എന്നാ ശരി. മോനെ 4-5 ടാബ്ലറ്റ് വാങ്ങിക്കൊണ്ട് വാടാ. നല്ല തലവേദന. നീ കേട്ടില്ലോടാ? ആ കേട്ടു. ഞാൻ പറഞ്ഞിരുന്നല്ലേ ശാലിനി വീണ്ടും വിളിക്കരുതെന്ന്. പിന്നെ ഈ വീട്ടിലെ ജോലിയൊക്കെ പിന്നെ ആര് ചെയ്യൂടാ? വീട്ടിലെ ജോലി മാത്രമല്ലല്ലോ. എന്താ വേടാ പെറുപിറുക്കുന്നേ? അപ്പൻ എന്തു ആവല്ലേ, എന്റെ ഇഷ്ടത്തിന് യാതൊരു വിലയില്ലല്ലോ അല്ലേ? എന്റെ 26-ാമത്തെ വയസ്സിൽ നിന്നെ തന്നിട്ട് പോയതാ നിന്റെ അമ്മ. മറ്റൊരു കല്യാണം കഴിക്കാതെ നിന്നെ വളർത്തിയതേ നിന്നോടുള്ള സ്നേഹം മറ്റൊരാൾക്ക് പങ്കുവെച്ച് പോവല്ലെന്ന് വിചാരിച്ചിട്ട്. ആ എന്റെ ഇഷ്ടത്തിന് യാതൊരു വിലയില്ലല്ലേ? എന്റെ കല്യാണക്കാര്യത്തിന് അപ്പന്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയോ? അവളെ മറ്റൊരാൾ കെട്ടിയില്ലേ, ഇപ്പൊ ഒഴിഞ്ഞെന്നും കേൾക്കുന്നു. നീ അതങ്ങ് വിട്ടേരെ, നമുക്ക് പറ്റിയ ബന്ധമല്ല. ചാക്കോ സാറേ, ഞാൻ പോവാണേ. ശാലിനി, ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങ് തന്നിട്ട് പോ. അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു. ഈ ചെറുക്കനെ കാണും എന്നും വഴക്കൊക്കെ ആയിരുന്നു വൈകുന്നേരങ്ങളിലും. പറയാനൊക്കത്തില്ല, അതിന് ചാൻസ് ഉണ്ട്.
സുഹൃത്തെ വിഷമിക്കരുത്. നീ വാ, ഇരിക്കടാ, ഇരി. എസ് ഐയാ? ഹലോ സാറേ, ഞാൻ ചോദിച്ചിട്ട് പറയാം. ആ ശരി സാർ. സുജിത്തെ, എസ് ഐയാ. ശാലിനി എപ്പോഴാണ് വീട്ടിൽ പോയേ? എന്താ? അവരിതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ശാലിനി എപ്പോഴും ഇവിടുന്ന് പോയതാണല്ലോ. ഇവിടുന്ന് അരമണിക്കൂർ മതിയല്ലോ വീട്ടിൽ ചെല്ലാൻ. പോയിട്ട് ഇപ്പം 5-6 മണിക്കൂറായി. സഡൻ എഫക്റ്റ് ഉള്ള എന്തോ പോയിസൺ അകത്തെന്നാ ഡോക്ടർ പറഞ്ഞു. അപ്പച്ചൻ ശാലിനിയോട് വെള്ളം ചോദിച്ചായിരുന്നു. അവളത് കൊടുത്തിട്ടാ പോയെ. ഞാൻ പുറത്തോട്ട് വന്നപ്പം ഗ്ലാസ് കാലിയായിട്ടിരിക്കുവോ. വെള്ളത്തിൽ വല്ല വിഷവും കലക്കി കൊടുത്തിയാണോ ഇനി? എന്തിന്? ഇവിടെ നടന്ന ഒരു ഇഷ്യൂ നീ പറഞ്ഞില്ലേ? അതിപ്പം 2 ആഴ്ചയായില്ലേ? അതിനുശേഷം അവൾ ഇപ്പോഴല്ലേ ശാലിനി വരാൻ തുടങ്ങിയത്? ആ 2-3 ദിവസമായി. എന്നാ അവളാ പഴയ വൈരാഗ്യം തീർത്തതാ. ഇനി ആ ശാലിനിയെ വിളിക്കേണ്ടത് ഞാൻ അപ്പച്ചോട് പറഞ്ഞതാ. ഹലോ, എവിടെ? ആ ശരി ശരി. എടാ, ശാലിനിയുടെ ഡെഡ് ബോഡി കിട്ടിയെന്ന്. എവിടെ? അവരുടെ വീട്ടിലോട്ട് പോകുന്ന കുറ്റിക്കാടിനടുത്ത് വെച്ച്. ആരായി കൊല്ലപ്പെട്ട ചാക്കോടെ മകൻ? ഞാണ് സാർ. എന്താ പേര്? സുജിത്. ഇപ്പൊ ചോദിക്കാൻ പറ്റിയ സാഹചര്യമല്ലെന്നറിയാം. പക്ഷേ ശാലിനിയുടെ മരണപ്പെട്ട സ്ഥിതിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാതിരിക്കാതെ പറ്റില്ല. എന്താ സാർ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി ഉത്തരം നൽകണം. എന്താ അവിടെ സംഭവിച്ചത്? അത് സാർ, ഞാൻ പുറത്തു പോയിട്ട് വന്നപ്പം അപ്പച്ചന് തലവേദനയാന്ന് പറഞ്ഞു. മോനെ 4-5 ടാബ്ലറ്റ് വാങ്ങിക്കൊണ്ട് വാടാ. ഞാൻ പുറത്തോട്ട് പോയി ഇറങ്ങിയപ്പോൾ ശാലിനി വന്നായിരുന്നു. അവർ വീട്ടിൽ പോകാനാന്ന് തോന്നുന്നു പുറത്തോട്ട് വന്നത്. അപ്പച്ചനൊരു ഗ്ലാസ് വെള്ളം ശാലിനിയോട് ചോദിച്ചിരുന്നു. അപ്പോൾ ശാലിനി എടുക്കാൻ അകത്തോട്ടും പോയി, ഞാൻ മരുന്ന് വാങ്ങാൻ വേണ്ടി പുറത്തോട്ടും പോയി. അതാണ് സാർ സംഭവിച്ചത്. ക്ലിയറായിട്ട് പറ. അപ്പച്ച ഗുളിക. അപ്പച്ച ഗുളിക ടീപ്പോയി കിടക്കുന്നു. അപ്പച്ച 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 അപ്പച്ച. ഹലോ ഷിബു, നീ എവിടാ? പെട്ടെന്ന് ഇങ്ങോട്ട് വാടാ. സുഹൃത്തെ, ഇവിടെ CCTV ഉണ്ടോ? ഫ്രണ്ടിലെ കുറവുണ്ട് സാർ. പുറകിലോ? പുറകില്ല സാർ. DVR എവിടെ ഇരിക്കുന്നത്? ആ റൂമിലുണ്ട് സാർ. മോണിറ്ററോ? ഉണ്ട് സാർ. സക്കീറേ, സാർ ചെക്ക് ചെയ്യ്. പാടോ. ശാലിനി രാവിലെ 7:30 വന്ന് 10:18 പോകുന്നു. അത് കഴിഞ്ഞ് സുയിത്ത് വെളിയിൽ പോകുന്നു. ഇത് തന്നെ ഏതാണ്ട് 3 മണിക്കൂറുണ്ട് സാർ. ടേക്ക് ദ DVR. യെസ് സാർ. സ്റ്റേഷനിൽ പോയി ചെക്ക് ചെയ്യാം. ഓക്കെ സാർ. എന്തായി സക്കീറേ? സാർ 10:23 വെളിയിലേക്ക് പോയ സുജിത്ത് തിരിച്ചു വരുന്നത് 11:13 അപ്പച്ച ഗുളിക. ഇടയ്ക്കാരും വന്നിട്ടുമില്ല. അപ്പൊ ശാലിനിയോ? രാവിലെ 7:30 വന്ന് 10:18 തിരിച്ചു പോകുന്നു. ഗേറ്റിൽ നിന്ന് സുജിത്ത് ശാലിനി പോയ ഉടനെ അകത്തേക്ക് കയറി 5 മിനിറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് പോയി.
അപ്പോൾ 5 മിനിറ്റിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അടക്കമൊന്നുമില്ല കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. എന്നാ വാ. എന്താ സുരേഷേ? സ്റ്റേറ്റ്മെന്റ് ആണ് സാർ. ഹെൽമെറ്റ് ഒക്കെ ഉണ്ടോടാ? ഓവർ സ്പീഡ് ആയിരിക്കും. സുഹൃത്തെ, 7:30 വന്ന ശാലിനി 10:18 തിരിച്ചു പോകും. അപ്പ ഗേറ്റിലുണ്ടായിരുന്ന താൻ അകത്തേക്ക് വരുന്നു. 5 മിനിറ്റ് ചെലവഴിക്കും. 10:23 തിരിച്ചു പോകും. താൻ പോയിട്ട് വരുന്നതുവരെ ഇവിടെ ആരും വന്നിട്ടില്ല. പുറകിലത്തെ ഡോറും മുകളിലത്തെ ഡോറും അകത്തൊന്നും കുറ്റിയിട്ടിരിക്കും. ശാലിനി പോയ ശേഷം താൻ വീണ്ടും അകത്തേക്ക് വരുന്നു. 5 മിനിറ്റ് അകത്ത് ചെലവഴിക്കും. അന്നേരം എന്തോ സംഭവിച്ചിട്ടുണ്ട്. ചാക്കോയെ കൊന്ന ശേഷമാ താൻ പുറത്തേക്ക് പോകുന്നത്. ഞാനോ? ഞാനെന്തിനാ? സാർ എന്തോ ഈ പറയുന്നത്? തനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇവൻ പണ്ടും ചാക്കോയെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഇല്ലടാ? ഞങ്ങൾ ശാലിനിയുടെ വീട്ടിൽ പോയിരുന്നു. ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അവരവരുടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. താൻ പറഞ്ഞുവിട്ട ശാലിനിയെ ചാക്കോ വീണ്ടും വിളിപ്പിച്ചു. അത് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വീണ്ടും വഴക്കായി. ജോലിക്കാരിയുമായി അപ്പനുള്ള ബന്ധം പുറത്തെറിഞ്ഞാൽ ഒരു അപ്കമിങ് സ്റ്റാറായ തൻ്റെ കരിയറിനെ അത് ബാധിക്കും. മെഡിക്കൽ സ്റ്റോറിൽ പോകാറിങ്ങിയ താൻ തിരിച്ചു വന്ന് ചാക്കോയെ കൊന്നു. ശാലിനി തിരിച്ചു പോകുമ്പോൾ ചാക്കോ ജീവനോടെ ഇവിടെ ഉണ്ട്. പിന്നെ നീ അല്ലാതെ ആരും ഇങ്ങോട്ട് കയറിയിട്ടില്ല. ഞാനല്ല. സുഹൃത്തെ, മരുന്ന് വാങ്ങാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയ താൻ പോകുന്ന വഴിയോ തിരിച്ചു വരുന്ന വഴിയോ താൻ വേറെ എവിടെയെങ്കിലും പോയിരുന്നോ? ഇല്ല. സുഹൃത്തെ, നീ കൂടുതൽ കുരുക്കിലേക്കാ പോകുന്നത്. ഇവിടുന്ന് നീ പറഞ്ഞ മെഡിക്കൽ സ്റ്റോറിൽ ബൈക്കിന് പോകാൻ 5 മുതൽ 7 മിനിറ്റ് വരെ മതി. തിരികെയും അത്രയും സമയം. അപ്പൊ പരമാവധി ടു ആൻഡ് ഫ്രോ 14 മിനിറ്റ്. മെഡിക്കൽ സ്റ്റോറിൽ 5 മിനിറ്റ് ചെലവഴിച്ചാലും 19 മിനിറ്റ് കൊണ്ട് നീ തിരിച്ചു വരണം. നീ വരാൻ 50 മിനിറ്റ് എടുത്തു. അപ്പോ ഇതിനിടയ്ക്ക് താൻ എവിടെയോ പോയി. എവിടാ പോയത്? ഞാനങ്ങ് പോയിട്ടില്ല സാർ. സക്കീറേ, അവനെ വിളി. താൻ ഇയാളെ എവിടെ വെച്ചാ കണ്ടത്? സാറേ, ആ ശാലിനി മരിച്ചു കിടക്കുന്നിടത്ത് വെച്ചാ കണ്ടത്. ഇയാൾ എന്തെടുക്കുമായിരുന്നു? സാറേ, ആ കാട്ടിലോട്ട് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പൊ സമയം എന്തായി കാണും? സാറേ, ആ ശരത്ത് അന്നേരം വിളിച്ചത് 10:45 വിളിച്ചോടനെ. ഇങ്ങനെ പറഞ്ഞു കേട്ടല്ലോ. പിന്നെ നീ എന്തിനാ കള്ളം പറഞ്ഞേ? സാറിന്റെ ചോദ്യം കേട്ട് പേടിച്ചിട്ടാ സാർ. 10:23 ഇവിടെ നിന്ന് പോയ നീ ഏകദേശം 10:30 മെഡിക്കൽ സ്റ്റോറിലെത്തുന്നു. അവിടെ 2-3 മിനിറ്റ്. 10:33 അവിടെ നിന്നും തിരിച്ചു. 6-7 മിനിറ്റ് ബൈക്ക് ഓടിച്ച് ശാലിനിയുടെ ഡെഡ് ബോഡി കിടന്നിടത്ത് എത്തി. അതായത് 10:40 തൊട്ട് മുമ്പ് അല്ലേ അതിന് ശേഷമോ? നിന്നെ അവിടെ കണ്ടത് 10:45. 10:40 സമയത്ത് അവിടെ എത്തിയ ശാലിനിയെ ബലം പ്രയോഗിച്ചു വിഷം കുടിപ്പിച്ച് കാട്ടിലേക്ക് തള്ളിയിട്ട് നിൽക്കുന്ന സമയത്താണ് ഇയാൾ നിന്നെ കാണുന്നത്. ഇല്ല സാർ, ഞാൻ ആരും കൊന്നിട്ടില്ല സാർ. പിന്നെ നീ എന്തിനാ അവിടെ പോയത്? സത്യം പറ. മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ശാലിനി പോയ വഴി പോയെന്ന് പറഞ്ഞ ശരിയാ സാർ. ജെബിൻ്റെ USB എൻ്റെ കയ്യിലായിരുന്നു. അത് കൊടുക്കാൻ വേണ്ടി പോയതാണ്. ഈ പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ നിർത്തി സിഗരറ്റ് വലിച്ചായിരുന്നു. അതായിരിക്കും ഇയാൾ കണ്ടത്. ജെബിൻ്റെ വീട്ടിൽ പോയ ഒരുപാട് സമയം വർത്തമാനം പറഞ്ഞിരിക്കും. അത് കാരണം തിരിച്ചു വന്ന് അപ്പച്ചന് മരുന്ന് കൊടുത്തിട്ട് പോകാമെന്ന് കരുതി. അതാണ് സാർ സംഭവിച്ചത്. നീ പറഞ്ഞല്ല ഞാൻ വിശ്വസിച്ചു. ആദ്യം പറഞ്ഞു പോയില്ല, ഇപ്പൊ പറഞ്ഞു പോയി. സാഹചര്യ തെളിവുകൾ, സാക്ഷി, പഴയ സംഭവങ്ങൾ എല്ലാം തനിക്കെതിരാ. ഇപ്പൊ ഞാൻ കൊണ്ടുപോകുന്നില്ല. 2 പേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ. അതുവരെ നീ സ്റ്റേഷന്റെ പരിധി വിട്ടു പോകാൻ പാടില്ല. കേട്ടല്ലോ? ഇല്ല സാർ.